സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. നീണ്ട 10.5 വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് നിരവധി പടയോട്ടങ്ങൾ, റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ കിടുകിടാ വിറപ്പിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ 10.5 വർഷക്കാലത്തിനിടയ്ക്ക് നിരവധി പരിഷ്കരണ പ്രവർത്തനങ്ങൾ, ലോകത്തിന് മാതൃകയാക്കാവുന്ന നിരവധി പരിഷ്കരണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഓരോ ഭാഗങ്ങളിലും ഗവർണർമാരെയും മറ്റും നിയമിച്ച് ജനങ്ങളുടെ ക്ഷേമം കറക്റ്റ് അറിയാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ, എന്നാൽ തൻ്റെ പ്രജകളുടെ വീടാന്തരം രാത്രി കയറിയിറങ്ങി അവരുടെ പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുത്തിരുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തീർത്തും സാധാരണക്കാരനായി വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 6ാം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. നീണ്ട 10 വർഷത്തിലേറെ കാലത്തെ ഭരണം കൊണ്ട് വിശാലമായ സാമ്രാജ്യം കെട്ടിപ്പടുത്തതിനു ശേഷം അവയിൽ പലവിധ പരിഷ്കരണങ്ങളും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തി. ഭരണ സംവിധാനം സുഗമമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും ജില്ലകളുമായി വിഭജിക്കുകയും സംസ്ഥാനങ്ങൾ തോറും ഭരണത്തിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഗവർണർമാരെയും മറ്റു അധികാരികളെയും നിയമിക്കുകയും ചെയ്തു. ഈ നിയമങ്ങളും മറ്റു ക്രമീകരണങ്ങളുമെല്ലാം ആധുനിക ഭരണ യന്ത്രത്തെക്കാൾ എത്രയോ മാതൃകാപരമായിരുന്നു. ഇന്ന് മന്ത്രിസ്ഥാനവും മറ്റു ഭരണ നേതൃത്വവും കൈവശപ്പെടുത്താൻ വേണ്ടി സ്ഥാനാർത്ഥികളായി നിൽക്കുകയും വിജയത്തിന് വേണ്ടി ഏത് ഹീനമാർഗവും അവലംബിക്കുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നില്ല. യോഗ്യരായവരെ തെരഞ്ഞെടുത്ത് അദ്ദേഹം തന്നെ നേരിട്ട് ഭരണഭാരം ഏൽപ്പിക്കുമായിരുന്നു. അയോഗ്യരെയും പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മതയില്ലാത്തവരെയും ഉമർ റളിയല്ലാഹു അൻഹു ഭരണത്തിന്റെ 4 അയലത്ത് പോലും കൊണ്ടുവരുമായിരുന്നില്ല. തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണർ ആക്കണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അയാളെ ആക്കണമെന്ന് ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ തന്നെ അത് റദ്ദ് ചെയ്യുകയായിരുന്നു പതിവ്. കാരണം സ്ഥാനം ആഗ്രഹിച്ച് വരുന്നവന്റെ ഉള്ളിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വിശാലമായ സാമ്രാജ്യം തൻ്റെ അധീനതയിൽ വന്നപ്പോൾ ഭരണം സുഗമമാക്കാൻ മറ്റു പരിഷ്കരണങ്ങളും ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തി. ധാരാളം സമ്പത്തുകൾ ഇസ്ലാമിക ബൈത്തുൽ മാലിൽ എത്തിച്ചേരുകയുണ്ടായി. അവയെല്ലാം ഭദ്രമായി സൂക്ഷിക്കുവാനും കൃത്യമായി വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിച്ചു വെക്കുവാനുമുള്ള സംവിധാനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. ബൈത്തുൽ മാലിൽ കാലാകാലങ്ങളിൽ എത്തിച്ചേരുന്ന ധനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ബൈത്തുൽ മാൽ രജിസ്റ്റർ, യോദ്ധാക്കളുടെ പട്ടിക രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ, ഇവയെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. യുദ്ധങ്ങളിൽ പങ്കെടുത്തവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും താന്താങ്ങളുടെ സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ പെൻഷനും മറ്റു സൗകര്യങ്ങളും നൽകാനും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗവൺമെന്റ് തീരുമാനിച്ചു. അനാഥകളെയും വൃദ്ധകളെയും ഉമർ റളിയല്ലാഹു അൻഹു സഹായധനങ്ങൾ നൽകി സംരക്ഷിച്ചിരുന്നു എന്ന് വേണ്ട, ഇന്നത്തെ ഭരണാധികാരികൾ മാതൃകയാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഭരണ പരിഷ്കരണം എന്ന നിലയിൽ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയിരുന്നു. ആദ്യകാലങ്ങളിൽ മുലകുടി മാറിയ കുട്ടികൾക്ക് മാത്രമേ സഹായധനം അനുവദിച്ചിരുന്നുള്ളൂ. പിൽക്കാലത്ത് മുലകുടിക്കുന്ന കുട്ടികൾക്കും അത് നൽകുവാൻ ഉത്തരവിടുകയുണ്ടായി. ഇതിന് പ്രചോദനമായി ഒരു സംഭവമുണ്ടായി. ഒരു യാത്രാ സംഘം മദീനയിൽ വന്ന് താവളമടിച്ചു. ആ യാത്രാ സംഘത്തിന് കാവൽ നിന്ന കൂട്ടത്തിൽ ഖലീഫയും ഉണ്ടായിരുന്നു. ഭരണാധികാരി പാറാവുകാരനാവുക കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവം. പാതിരാവിൽ ടെന്റിൽ നിന്നും നിസ്കാരത്തിന് മുഴുകിയ ഉമറിന്റെ കാതിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങിക്കേട്ടു. നിർത്താതെയുള്ള ആ കുഞ്ഞിന്റെ കരച്ചിലിന്റെ കാരണമന്വേഷിച്ചു. അദ്ദേഹം ചെന്നപ്പോൾ കുഞ്ഞിന്റെ മാതാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 9 മാസം പ്രായമായ എൻ്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുകയാണ് ഞാൻ, അത് കാരണമാണ് അവൻ കരയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മുലകുടി മാറ്റിയ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സഹായം അനുവദിക്കുകയുള്ളൂ. ഈ സംഭവം ഖലീഫയുടെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹം ഒരുപാട് കരഞ്ഞു. അങ്ങനെയാണ് സഹായം സർവ്വവ്യാപമാക്കിയത്. സത്യസന്ധന്മാരും വിശ്വാസയോഗ്യന്മാരുമാണെന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ഉമർ റളിയല്ലാഹു അൻഹു ഗവർണർമാരായി നിയമിച്ചിരുന്നുള്ളൂ. നിയമിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തും.
ജനങ്ങളെ വഞ്ചിക്കുന്ന ഭരണകർത്താവിന് സ്വർഗത്തിന്റെ വാസന പോലും ഹറാമാണ്. പ്രജകളുടെ രക്തവും മാനവും മുറിവേൽക്കുന്ന ഒന്നും തന്നെ നിങ്ങൾ ചെയ്യരുത്. അവർക്കിടയിൽ ഏതൊരു പ്രശ്നത്തിനും ന്യായമായ നിലയിൽ പരിഹാരം കാണണം. അവർ നല്ല ആവശ്യത്തിനു വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ യാതൊരു കാരണവശാലും അവർക്ക് നേരെ വാതിൽ തുറക്കാതിരിക്കരുത്. ഇങ്ങനെയെല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അയക്കുന്ന ഗവർണർമാരെ കുറിച്ച് ഏതെങ്കിലും രീതിയിൽ പരാതി കിട്ടിയാൽ ഒരു നിമിഷം താമസിക്കാതെ ഉമർ റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഉചിതമായ നടപടി കൈക്കൊള്ളുകയും പതിവായിരുന്നു. ഹിജാസിലെ ഗവർണറായ അബ്ദുള്ള ഒരു മനോഹരമായ മണിമാളിക പണിയിച്ച് അതിൽ രാജകീയ പ്രൗഢിയോടെയാണ് താമസിക്കുന്നത് എന്നുള്ള വിവരം ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടി. ഉടൻ ആ മണിമാളികയുടെ വാതിലുകൾ കത്തിച്ചു കളയാനും ഗവർണറെ തന്റെ മുമ്പിൽ ഹാജരാക്കാനും ഖലീഫ ഉത്തരവിട്ടു. മദീനയിൽ വന്ന അബ്ദുള്ളക്ക് ആദ്യത്തെ 3 ദിവസം ഉമർ റളിയല്ലാഹു അൻഹു പ്രവേശന അനുമതി നിഷേധിച്ചുവെന്ന് മാത്രമല്ല, സംസാരിച്ചത് തന്നെ കാലിത്തൊഴുത്തിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് കാലികളെ മേയ്ക്കുന്ന പയ്യന്മാർ ധരിക്കുന്ന വിധത്തിലുള്ള ഉടുപ്പുകൾ അണിഞ്ഞ് കുറച്ച് ദിവസം ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഗവർണറോട് കൽപ്പിച്ചു. അങ്ങനെ കുറേ നാളുകൾ ഇടയ ജോലി എടുപ്പിച്ച ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും ഗവർണറായി അയച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുകയാണ് ജനപ്രതിനിധികൾ വേണ്ടത്. കോട്ടക്കൊത്തളങ്ങൾ നിർമ്മിച്ച് ഉല്ലാസ ജീവിതം നയിക്കുകയല്ല. നമ്മുടെ ഇന്നത്തെ ഭരണവർഗങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചിരുന്നെങ്കിൽ. അതുപോലെ തന്നെ കൂഫ ഗവർണറായ സഅദും ഒരു കെട്ടിടവും പടിപ്പുരയും നിർമ്മിച്ചു. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പടിപ്പുര നശിപ്പിച്ചു കളയാൻ കൽപ്പന കൊടുക്കുകയും ഉടൻ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഗിയാസ് എന്ന മറ്റൊരു ഗവർണർ ആഡംബര പ്രിയനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊണ്ടും ഇടയന്മാരുടെ പരുക്കൻ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആടുകളെ മേയ്ക്കാൻ വിട്ടു. അദ്ദേഹത്തെയും പുതിയ പരിശീലനത്തിന് ശേഷം വീണ്ടും ഗവർണറായി നിയമിച്ചു. ഈജിപ്തിലെ ഗവർണറായിരുന്ന പ്രമുഖ യോദ്ധാവ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനെ കുറിച്ച് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് പരാതി കിട്ടി. അയാൾ മറ്റൊരുത്തനെ അടിച്ചിരിക്കുന്നു. ഉടനെ ഗവർണറെയും മകനെ അടിപ്പിക്കപ്പെട്ടവനെയും വിളിച്ചു. പിന്നീട് ഗവർണറുടെ മകനെ അയാൾ കൊണ്ട് മതി വരുന്നത് വരെ അടിപ്പിച്ചു. അംറിന്റെ ഭരണത്തിന്റെ തണലിലാണ് മകൻ അടിക്കാനുള്ള ധൈര്യം വന്നത്. അതുകൊണ്ട് അയാളെയും അടിക്കുക ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. പക്ഷേ ആ മനുഷ്യൻ അതിന് തയ്യാറായില്ല. ഭരണത്തിന്റെ തണലിൽ പുത്രന്മാരും കുടുംബാംഗങ്ങളും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ദൈനംദിനം അനുഭവിക്കുന്ന നാം ഇതുപോലൊരു ഭരണകർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആശിച്ചു പോകുന്നില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച ന്യായാധിപന്മാരെല്ലാം നീതി നിർവഹണത്തിന്റെ ഉത്തമ മാതൃകകളായിരുന്നു. സഹോദരനെന്നോ സ്നേഹിതനെന്നോ ഉന്നത കുടുംബത്തിൽപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസം പരിഗണിക്കാതെ നീതി എല്ലാവരുടെയും അവകാശമായി കണക്കാക്കിക്കൊണ്ടാണ് അവർ വിധി പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നത്. സ്വന്തം കൂടപ്പിറപ്പിന്റെ കൊലയാളിയോട് പോലും താങ്കളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും നീതിരഹിതമായി ഒന്നും പ്രവർത്തിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ച ഉത്തമ മനസ്സിന്റെ ഉടമയായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂഴ്ന്നന്വേഷിക്കുകയും അത് പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നവരെ ഉമർ റളിയല്ലാഹു അൻഹു വെറുത്തിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം ചുംബിക്കുന്നത് താൻ കണ്ടെന്ന് ഖലീഫയോട് പറഞ്ഞതിന് ഒരുവനെ അദ്ദേഹം കണക്കിന് ശകാരിച്ചു. അടിക്കാൻ വരെ ഒതുങ്ങി. ഖലീഫ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ രഹസ്യമായി വെക്കുകയും അവരുടെ പാപം ഒഴിവായി പോകാൻ തേടുകയുമാണ് വേണ്ടത്. ഒരാൾ മറ്റൊരുവന്റെ ന്യൂനത കാണിക്കുകയും അത് വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്താൽ അവന്റെ തെറ്റിനെ അള്ളാഹു 2 വീട്ടിലും മറച്ചു വെക്കുമെന്ന് പ്രവാചക ശിരോമണി അരുളിയിട്ടുണ്ട്. ഈ വാക്കുകൾ ഉമർ റളിയല്ലാഹു അൻഹു അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു. ഏതോ വേണ്ടാവൃത്തിയിൽ അറിയാതെ പെട്ടുപോയ ഒരു പെൺകുട്ടി അവൾ ആത്മഹത്യക്കൊരുങ്ങി അള്ളാഹുവിന്റെ കുദ്റത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഈ വിവരം രഹസ്യമാക്കി അവളെ വിവാഹം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെ എന്നുള്ള ചിന്തയിലായിരുന്നു മാതാപിതാക്കൾ. ഇതറിഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ആ പിതാവിനെ ശകാരിച്ചു, വേഗം മകളുടെ വിവാഹം നടത്തൂ. ആ രഹസ്യം പുറത്തുവിട്ടാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുകയില്ല. ഇതിൽ നിന്നെല്ലാം എത്രമാത്രം മാതൃകയാണ് നമുക്കുള്ളത്. നിത്യജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് പരിഹാരം പറഞ്ഞു തരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളോടെന്ന പോലെ ഇതര മതസ്ഥരോടും സ്നേഹത്തിലും സഹിഷ്ണുതയിലുമാണ് പെരുമാറിയത്. തൻ്റെ രാജ്യത്ത് അധിവസിക്കുന്ന അമുസ്ലിങ്ങൾക്ക് വേണ്ടുന്ന സംരക്ഷണമെല്ലാം അദ്ദേഹം ചെയ്തിരുന്നു. കാരണം കൂടാതെ അമുസ്ലിം ആണെങ്കിൽ പോലും ഒരുവനെ കൊല ചെയ്യുന്നത് അദ്ദേഹം സമ്മതിച്ചു കൊടുത്തിരുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷയും
ഖലീഫ നൽകിയിരുന്നു. അടിമത്വം കൊടികൊത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് ഇസ്ലാമിൻ്റെ ആവിർഭാവം. നബി അടിമയും യജമാനനും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കളഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അത് കൂടുതൽ ശ്രദ്ധിച്ചു. അടിമകളെന്ന പേരിൽ മനുഷ്യരെ ദ്രോഹിക്കുന്നവരെ ശരിക്കും നിലക്ക് നിർത്തി. നബിയുടെ കൂടെ ജീവിച്ചറിഞ്ഞ അവിടുത്തെ പ്രവർത്തനങ്ങളെ മാതൃകയാക്കിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പിൽക്കാല ജീവിതം തുടർന്നു പോന്നത്. ഒരിക്കൽ ഹജറുൽ അസ്വദ് മുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. നബി ഇങ്ങനെ മുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനും നിന്നെ മുത്തുന്നത്. നബിയോടൊപ്പമുള്ള സഹവാസം വിജ്ഞാന മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അതിമഹത്തായ സ്ഥാനമാണ് നേടിക്കൊടുത്തത്. ഞാനൊരു പാത്രത്തിൽ നിന്നും പാൽ കുടിക്കുന്നതും അതിൽ അവശേഷിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു നൽകുന്നതുമായി സ്വപ്നം കണ്ട് നബി വ്യാഖ്യാനമായി പറഞ്ഞത് ആ പാൽ ഇൽമാണെന്നാണ്. അജ്ഞാതമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ഒരു സാധാരണ പൗരനെ പോലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ജീവിച്ചു. സ്വന്തം സഹോദരങ്ങളെ പോലെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആവശ്യമായ സഹായങ്ങൾ യഥാവസരത്തിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുത്തു. വെറുതെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ ഒരിക്കലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. കിട്ടുന്ന ഒഴിവ് സമയമെല്ലാം രാജ്യത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു പതിവ്. ഒരിക്കൽ തൻ്റെ സഞ്ചാരത്തിനിടയിൽ ഒരു ചുമടുമായി പോകുന്ന ഒരു സ്ത്രീയെ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. ഇതെന്താണ് ഒരു സ്ത്രീ ഇങ്ങനെ ചുമട് ഏന്തി പോകുന്നത്? അവരെ സഹായിക്കാൻ പുരുഷന്മാരും ആരുമില്ലേ? ഖലീഫ സംശയിച്ചു. അദ്ദേഹത്തിൻ്റെ സംശയം ആ സ്ത്രീയോട് തന്നെ ചോദിച്ചു. എൻ്റെ വീട്ടിൽ ആണായി ആരുമില്ല എന്നാണ് ആ സ്ത്രീ മറുപടി പറഞ്ഞത്. അത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ ചുമട് വാങ്ങി അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. വീട്ടിലെത്തി ചുമട് ഇറക്കിയതിന് ശേഷം ഖലീഫ പറഞ്ഞു, ഖലീഫയെ സമീപിച്ചാൽ നിങ്ങൾക്കൊരു വേലക്കാരനെ അയച്ചു തരാതിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ ആ സ്ത്രീക്കൊരു സംശയം, ഇത് തന്നെയല്ലേ ഖലീഫ? സംഗതി അറിഞ്ഞ ആ സ്ത്രീ അത്ഭുതത്തോടെ മിഴിച്ചു നിന്ന് പോയി. അടുത്ത ദിവസം മുതൽ അവർക്കൊരു വേലക്കാരനെ ഖലീഫ നിയോഗിച്ചു. വീടാന്തരം ഉമർ റളിയല്ലാഹു അൻഹു കയറി ഇറങ്ങും. ഓരോ വീട്ടിലെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നിറവേറ്റി കൊടുക്കും. കത്തെഴുതി കൊടുക്കുക, കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, ചില്ലറ വീട്ടുജോലികൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ പലതും അദ്ദേഹം ചെയ്യുമായിരുന്നു. 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീ തനിച്ചൊരു വീട്ടിൽ പാർക്കുന്നുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ആരാരും തുണയില്ലാത്ത ആ വൃദ്ധയെ പരിചരിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് ഖലീഫ മനസ്സിലാക്കി. അന്നു മുതൽ ദിവസവും ആ കുടിലിൽ കയറി ചെല്ലുകയും വൃദ്ധയുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ നൽകുകയും ചെയ്ത ശേഷം സംതൃപ്തനായി മടങ്ങിപ്പോരും. മറ്റൊരിക്കൽ ഒരു കിഴവൻ തൻ്റെ കുടിലിലിരുന്ന് കരയുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വൃദ്ധനോട് കരച്ചിലിൻ്റെ കാരണം അന്വേഷിച്ചു. പട്ടാളത്തിൽ പോയ എൻ്റെ മകനെ കാണാതെ വിഷമം കൊണ്ട് കരഞ്ഞതാണ്. ആ കിഴവന്റെ വാക്കുകൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് പിടഞ്ഞു. ഉടൻ തന്നെ മകനെ അയാളുടെ അരികിലെത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഒരു ഗർഭിണി വിഷമിച്ച് വെള്ളം കോരുന്നത് കണ്ട് ഖലീഫ കുടം വാങ്ങി അവർക്ക് വെള്ളം നിറച്ച് കൊണ്ടുപോയി കൊടുത്തു. ഇതിനെ ചോദ്യം ചെയ്ത മകനോട് എൻ്റെ തടിയുടെ അഹന്ത അവസാനിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തതെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. കിസ്റ കൈസറിനെ കിടുകിട വിറപ്പിച്ച മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ടവനെ പോലെയാണ് ജീവിതം നയിച്ചത്. ചുട്ടുപഴുത്ത മണലിൽ കൂടി നഗ്നപാതനായി അദ്ദേഹം നടന്നു. കീറിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷീണം വരുമ്പോൾ മരത്തണലിൽ കിടന്നുറങ്ങി. പാതിരാവിൽ ഉറങ്ങാതെ ജനങ്ങളുടെ ക്ഷേമമന്വേഷിച്ച് ചുറ്റിക്കറങ്ങി. ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധി മഹാനായ ഖലീഫയെ കാണാൻ വന്ന സംഭവം വിസ്മയാവഹമായിരുന്നു. മഹാനായ രാജാവ് ഭീമാകാരമായ കോട്ടക്കുള്ളിൽ മനോഹരമായി പണിത 7 നില മാളിക, അതിൽ പരിവാരങ്ങളോടുകൂടി സർവ്വ ആഡംബരത്തോടുകൂടി ജീവിക്കുന്ന ഖലീഫ, അതാണ് ആഗതൻ മനസ്സിൽ കണ്ടത്. പക്ഷേ മദീനയിലെത്തിയപ്പോൾ അവിടെ കോട്ടയുമില്ല, കോട്ടത്തളങ്ങളുമില്ല. ഇവിടെ ഖലീഫയുടെ ആസ്ഥാനം ആഗതൻ അന്വേഷിച്ചു. ആ സ്ഥാനം കണ്ടു, ചെറിയൊരു വീട്. ഖലീഫ പുറത്തു പോയതാണ്. സൈന്യങ്ങളോ പരിവാരങ്ങളോ ഇല്ലാതെ ഏകനായി രാജാവ് പുറത്തു പോവുകയോ അയാൾക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ അതായിരുന്നു സത്യം. ഖലീഫയെ തിരഞ്ഞു നടന്ന ആ ദൂതന് ഒരു വൃക്ഷ ചുവട്ടിൽ കൈ തലക്ക് വെച്ച് ഉറങ്ങുന്ന ഫക്കീറിനെയാണ് കാണാൻ സാധിച്ചത്. സാമ്രാജ്യങ്ങൾ അടക്കി വാഴുന്ന ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാണെന്ന് ആരൊക്കെ പറഞ്ഞിട്ടും അയാൾക്ക് വിശ്വസിക്കാനായില്ല.
ഒടുവിൽ വിശ്വാസം വന്നപ്പോൾ ഖലീഫ പ്രതിനിധാനം ചെയ്യുന്ന മഹത്തായ ആദർശത്തിൽ അയാൾ വിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഇതുപോലൊരു ഭരണാധികാരിയെ ലോക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ജനസേവനം എന്ന മുദ്രാവാക്യവുമായി നടന്ന് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്ത് കുംഭ വീർപ്പിക്കുന്ന ആധുനിക മനുഷ്യജീവികൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള യജ്ഞത്തിൽ പങ്കാളിയാകുമോ? എങ്കിൽ നമ്മുടെ നാട് എത്രയോ സമ്പൽ സമൃദ്ധമാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത എല്ലാ യുദ്ധത്തിലും ഉമർ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നു. തിരുനബിയെക്കുറിച്ച് ആരെന്തെങ്കിലും പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ കഴിയുമായിരുന്ന ഭീരുത്വം അദ്ദേഹത്തിന്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത ഒരു പദമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആസകലം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ ഭയപ്പെടുകയും ചെയ്തിരുന്നു. അബൂ ഹഫ്സ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേർ, അതായത് സിംഹക്കുട്ടിയുടെ പിതാവ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധീരത കൊണ്ട് നബിയാണ് പേര് നൽകിയത്. നബിയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മറ്റു സ്വഹാബികളുടെയും മുമ്പിൽ വെച്ച് ദഫ് മുട്ടുക, പാട്ട് പാടുക മുതലായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ടെന്നറിഞ്ഞാൽ അതെല്ലാം നിർത്തിവെക്കുകയും ബഹുമാന പുരസ്കരം നിൽക്കുകയും പതിവായിരുന്നു. ഭരണഭാരം ഏറ്റെടുത്താൽ തൻ്റെ പൗരുഷം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് ജനങ്ങൾക്ക് വല്ല വിഷമവും നേരിടുമോ എന്ന ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ വിനയാന്വിതനായി പെരുമാറാൻ പരമാവധി ശ്രമിക്കുമായിരുന്നു. എന്നിട്ടും പലർക്കും അദ്ദേഹത്തോടുള്ള ഭയം നീങ്ങിയിരുന്നില്ല. ചിലർ ആവലാതി പറയുക തന്നെ ചെയ്തു. ഖലീഫ ഒന്ന് മൃദുലമായി പെരുമാറിയിരുന്നെങ്കിൽ ഇതെല്ലാം കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു കൂടുതൽ വിനയാന്വിതനായി. ഒരു അതിർത്തി തർക്കത്തിൽ കരുത്തനായ അബൂ സുഫിയാന്റെ നേർക്ക് പോലും അദ്ദേഹം ചാട്ടവാറ ഓങ്ങി. തെറ്റാരുടെ ഭാഗത്ത് കണ്ടാലും അതിനെതിരെ പടവാൾ ഉയർത്താൻ അദ്ദേഹം ആരെയും ഭയപ്പെട്ടിരുന്നില്ല. അതിൽ തറവാടോ കുലമഹിമയോ സമ്പത്തോ ഖലീഫ പ്രശ്നമായി എടുത്തിരുന്നില്ല. പ്രഗത്ഭമതികൾ എന്നറിയപ്പെടുന്ന പല സഹാബികളെയും തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്ഥലം മാറ്റുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനധികം പറയുന്നു, സ്വന്തം മകന്റെ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഭരണകാര്യങ്ങളിൽ മനസ്സും ശരീരവും വിശ്രമമില്ലാതെ മുഴുകുമ്പോഴും പരലോക ചിന്ത അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമായിരുന്നു. രാത്രി നിസ്കാരവും ഖുർആൻ പാരായണവും അദ്ദേഹം അധികരിപ്പിച്ചിരുന്നു. കാണുന്നവരോടെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു പ്രായ വ്യത്യാസമില്ലാതെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്യും. വെറുതെ ഇരിക്കുന്ന കാര്യം തന്നെ സങ്കല്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. തൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും അള്ളാഹുവിനോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പെരുമാറിയത്. ഓരോ ദിവസവും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം ആത്മപരിശോധന നടത്തുകയും മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യൽ പതിവായിരുന്നു. ഒരു നന്ദിയുള്ള അടിമയായി മരണം വരിക്കുക, അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ലക്ഷ്യം. സ്വന്തം ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് തരുന്ന അനുയായികളെ ഖലീഫ അത്യധികം സ്നേഹിച്ചു. വിശിഷ്ടാഭോജ്യങ്ങൾ അദ്ദേഹം വർജിച്ചു. സ്വന്തം മക്കളോടും അതിൽ നിന്ന് അകന്നു നിൽക്കാൻ കൽപ്പിച്ചു. സ്വന്തം മകൻ വളർത്തുന്ന ഒട്ടകത്തിന് ജനങ്ങൾ അമീറുൽ മുഅ്മിനീന്റെ പുത്രന്റെ ഒട്ടകം എന്ന പേരിൽ ഭക്ഷണം നൽകുകയും അങ്ങനെ അത് തടിച്ചു കൊഴുക്കുകയും ചെയ്തത് കണ്ടപ്പോൾ ആ ഒട്ടകത്തെ വിറ്റ് അതിൻ്റെ ലാഭം ബൈത്തുൽ മാലിലേക്ക് മുതൽ കൂട്ടുകയാണ് ഖലീഫ ചെയ്തത്. യുദ്ധത്തിൽ നിന്ന് കിട്ടുന്നതും മറ്റുമായ സമ്പത്തുകൾ ജനങ്ങൾക്ക് വിതരണം നടത്തുമ്പോൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഉമർ റളിയല്ലാഹു അൻഹു അത് നൽകിയിരുന്നില്ല. സ്വന്തം മകനെ കൂഫയിലെ ഗവർണറാക്കാൻ പലരും ശുപാർശ ചെയ്തെങ്കിലും സ്വജനപക്ഷപാതത്തിന് അദ്ദേഹം തയ്യാറായില്ല. റോമാ സാമ്രാജ്യത്തിലെ രാജ്ഞി തൻ്റെ ഭാര്യ ഉമ്മു കുൽസുവിന് കൊടുത്തയച്ച രത്നങ്ങൾ പോലും അദ്ദേഹം ബൈത്തുൽ മാലിലേക്ക് ചേർക്കുകയാണ് ഉണ്ടായത്. ബൈത്തുൽ മാലിലെ ധനം ഒരാവശ്യത്തിനും അദ്ദേഹം സ്വന്തമായി ഉപയോഗിച്ചിരുന്നില്ല. തനിക്ക് എന്തെങ്കിലും അത്യാവശ്യം നേരിട്ടാൽ തന്നെ മറ്റാരോടെങ്കിലും വായ്പ വാങ്ങലായിരുന്നു പതിവ്. പൊതുമുതൽ ചിലവഴിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു. സ്വന്തം വസ്ത്രധാരണത്തിലും മറ്റും ലാളിത്യം പുലർത്തിയിരുന്ന ഖലീഫ ഭാര്യമാരുടെ ആവലാതികൾ കേൾക്കുമ്പോൾ അദ്ദേഹം അവരെ പരലോകത്തെ കാര്യം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പതിവ്. ഭരണം ഒരു മുൾക്കിരീടമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. എൻ്റെ തല മുറിക്കപ്പെടുന്നതാണ് ഇതിലും ഭേദം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എത്രയോ അധമന്മാരായി ജീവിച്ച അറബികളിൽ ഇക്കാണുന്ന നേട്ടങ്ങൾ അത്രയും ഉണ്ടാക്കി തീർത്തത് പരിശുദ്ധ ഇസ്ലാമിലൂടെയാണെന്ന ഉത്തമ ബോധ്യം ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. മാന്യമായി ഐഹിക ജീവിതം, അങ്ങനെ വിജയകരമായ പരലോക ജീവിതം
ഇതായിരുന്നു തനിക്കും തൻ്റെ ജനതക്കും ഖലീഫ പ്രതീക്ഷിച്ചത്. അതിനുവേണ്ടിയാണ് ആജീവനാന്തം അദ്ദേഹം പ്രയത്നിച്ചത്. യാചന ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. ഒരു യാചകന്റെ കയ്യിൽ നിന്നും അവൻ സംഭരിച്ച ഗോതമ്പ് പൊടി പിടിച്ചു വാങ്ങി ഒട്ടകങ്ങൾക്ക് നൽകുകയും അവനെ മേലിൽ ഈ പണിക്ക് നടക്കരുതെന്ന് കൽപ്പിക്കുകയും അവൻ്റെ ജീവിതത്തിന് വേണ്ട തൊഴിൽ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന് വന്നിട്ടുണ്ട്. പാരത്രിക ജീവിതത്തിലേക്കുള്ള യാത്രയിലെ വിശ്രമഘട്ടത്തിൽ അല്പനേരത്തെ ജീവിതത്തിന് വേണ്ടി ദുനിയാവിലേർപ്പെട്ട മനുഷ്യർ ഇവിടെ തിന്നുമതിച്ച് സർവാലങ്കാര വിഭൂഷിതനായി നടക്കുന്നതിന് ഖലീഫ വെറുത്തിരുന്നു. പല ഗവർണർമാരെയും അവർ ധരിച്ചിരുന്ന വില കൂടിയ ഉടുപ്പുകൾ അഴിപ്പിച്ച് പരുക്കൻ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചിരുന്നു. തൻ്റെ മുമ്പിൽ ആർക്കും എന്തും സങ്കടവും എപ്പോൾ വേണമെങ്കിലും ഉണർത്താം. അത് കേൾക്കാനും പരിഹാരം കൊള്ളാനും ഉമർ റളിയല്ലാഹു അൻഹു സദാ സന്നദ്ധനായിരുന്നു. അതുപോലെ തന്നെ ആർക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ശകാരിക്കാനും പറ്റുമായിരുന്നു. പരുക്കൻ എന്ന ഖ്യാതി നേടിയ ആ മഹാപുരുഷൻ തൻ്റെ ഭരണ വൈകല്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ നേരെ നോക്കി പുഞ്ചിരി തൂകുക മാത്രമാണ് ചെയ്തിരുന്നത്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിന്റെ 6ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയോട് കൂടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവസാനിക്കും. നീണ്ട 10.5 വർഷക്കാലത്തെ ഭരണം, നിരവധി പടയോട്ടങ്ങൾ, നിരവധി വിജയഗാഥകൾ. അതിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയത്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് ആദ്യമായി ബൈത്തുൽ മുഖദ്ദസ് ലഭിക്കുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരിട്ട് ഖുദ്സിന്റെ താക്കോല് വാങ്ങിക്കാൻ, ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് വാങ്ങിക്കാൻ നേരിട്ട് വരണമെന്ന അഭ്യർത്ഥന പ്രകാരം ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ ചർച്ചിൽ വെച്ച് ചർച്ച നടക്കുന്നതിനിടയിൽ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ നമസ്കരിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതും പുറത്ത് നമസ്കരിച്ച ചരിത്രമൊക്കെ നാം കഴിഞ്ഞ പല വീഡിയോയിലൂടെയും ബൈത്തുൽ മുഖദ്ദസിന്റെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞതാണ്. പുറത്ത് നമസ്കരിച്ച സ്ഥലത്ത് മസ്ജിദ് ഉമർ എന്ന് പറയുന്ന പള്ളി ഇന്നും മസ്ജിദുൽ അക്സയിൽ ഫലസ്തീൻ യാത്രയിൽ പോയ ആളുകൾ കണ്ടിട്ടുണ്ടാകും. ആ പള്ളിയും അന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചർച്ച നടത്തിയ ചർച്ചുമൊക്കെ ഇന്നും ബൈത്തുൽ മുഖദ്ദസ് കോമ്പൗണ്ട് വാളിന്റെ തൊട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു. ചരിത്രത്തിന്റെ അവസാന ഭാഗമായ 7ാം ഭാഗവുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം.